എല്ലാവർക്കും PBB കഫേയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്ത് വലുതാണല്ലേ നമ്മുടെ ഇന്ത്യ. 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറികളും, അങ്ങ് നോർത്ത് കാശ്മീർ മുതൽ ഇങ്ങ് താഴെ കന്യാകുമാരി വരെ, അങ്ങ് അരുണാചൽ പ്രദേശ് മുതൽ ഇങ്ങ് വെസ്റ്റ് ഗുജറാത്ത് വരെ. എന്ത് വലുതാണ് നമ്മുടെ ഇന്ത്യ. പക്ഷെ ഇന്ത്യയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ നമ്മൾ എപ്പോഴും നമ്മുടെ ഇരുവശത്തുള്ള ദ്വീപ് സമൂഹങ്ങളെ മറന്നു പോകും. ഇന്ത്യൻ പെനിൻസുലയുടെ പടിഞ്ഞാറായിട്ട് നമ്മുടെ അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന അമൂല്യ രത്ന ശൃംഖലയാണ് നമ്മുടെ ലക്ഷദ്വീപ്. അപ്പോൾ ലക്ഷദ്വീപ് ഇന്ന് മാലഡീവ്സ് ഇന്ത്യ ആയിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാരണം ലക്ഷദ്വീപ് ടൂറിസത്തിലായാലും മറ്റ് എല്ലാ ഇൻഫ്രാസ്ട്രക്ചറിലായാലും ഇന്ത്യ ലക്ഷദ്വീപിനെ ഭയങ്കര വലുതായി പ്രൊമോട്ട് ചെയ്യുന്നു, അവിടെ ഡെവലപ്പ് ചെയ്യുന്നു. അപ്പോൾ ലക്ഷദ്വീപിൻ്റെ ടൂറിസം ഇന്ത്യക്ക് വലിയൊരു സ്വപ്നം തന്നെയാണ്. അപ്പോൾ അതല്ലാതെ മിലിറ്ററി പരമായി നോക്കിയാലും ഇന്ത്യക്ക് അവിടെ നേവൽ ബേസ് ഉണ്ട്, എയർ സ്ട്രിപ്പ് ഉണ്ട്. അപ്പോൾ എങ്ങനെ നോക്കിയാലും ഇന്ത്യയുടെ ഒരു അവിഭാജ്യ ഘടകമാണ് ലക്ഷദ്വീപ്. എന്നാൽ ഈ ലക്ഷദ്വീപ് എങ്ങനെയാണ് ഇന്ത്യയുടെ ഭാഗമായെന്നുള്ള കഥ നിങ്ങൾക്ക് അറിയാമോ? അതിൽ സർദാർ വല്ലഭായ് പട്ടേൽ എന്ന മനുഷ്യന്റെ റോൾ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? മിനിറ്റുകൾ വൈകിയിരുന്നെങ്കിൽ ഇന്ന് നമ്മൾ ഈ കാണുന്ന ലക്ഷദ്വീപ് പാകിസ്ഥാന്റെ ഭാഗമായിരുന്നേനെ എന്ന് നിങ്ങൾക്കറിയാമോ? 1947 ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യ വിടുന്നതിന് മുമ്പായിട്ട് ഒരു റാഡ്ക്ലിഫ് ലൈൻ ഉപയോഗിച്ച് ഇന്ത്യയും പാകിസ്ഥാനെയും രണ്ടായിട്ട് വിഭജിച്ചു. എന്നാൽ ഈ ലൈനിൽ പല സ്ഥലങ്ങളിലും ഒരു ക്ലാരിറ്റി ഇല്ലായിരുന്നു, അത് ഇന്ത്യയുടെ ഭാഗമാണോ അതോ പാകിസ്ഥാന്റെ ഭാഗമാണോ എന്നത്. അങ്ങനെയുള്ള ഏതാനും സ്ഥലങ്ങളിലെ ഭാഗമായിരുന്നു ലക്ഷദ്വീപും. അപ്പൊ ലക്ഷദ്വീപിനായി രണ്ടുപേരും ശ്രമിച്ചു. ആ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരുപാട് ഇന്റേണൽ പ്രഷറിലൂടെ പോരുന്ന സമയമാണ്. അതിപ്പോൾ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ ഇന്ത്യയോടൊപ്പം ചേർക്കുന്നതായാലും അല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ തന്നെ കമ്മ്യൂണിറ്റികൾ തമ്മിലുള്ള പ്രശ്നം നോക്കിയാൽ, അപ്പൊ ഇങ്ങനെയുള്ളൊരു സമയത്താണ് ലക്ഷദ്വീപ് ഇന്ത്യയുടെ ഭാഗമാവുന്നത്. നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു തരത്തിലുള്ള വയലൻസും ഇല്ലാതെ, ഒരു മിലിറ്ററി ആക്ഷനും ഇല്ലാതെ, വളരെ സമാധാനപരമായിട്ട് ഒരു ക്യുക്കായിട്ടുള്ള സംയോജിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് കാണുന്ന ലക്ഷദ്വീപ് ഇപ്പൊ ഇന്ത്യയുടെ ഭാഗമായിട്ടുള്ളത്. അപ്പൊ ആ കഥയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറയുന്നത്. അപ്പൊ 1947 കാര്യമാണ്. ആ സമയത്ത് ഇന്ത്യയും പാകിസ്ഥാനും രണ്ടുപേരും ഒഫീഷ്യലി രാജ്യങ്ങളായി റെക്കഗ്നൈസ് ആയിട്ടുണ്ട്. അപ്പൊ ആ സമയത്ത് ലക്ഷദ്വീപിലെ 90% പോപ്പുലേഷനും മുസ്ലിം പോപ്പുലേഷൻ ആയിരുന്നു. അപ്പൊ ജിന്ന എങ്ങനെയെങ്കിലും ഈ ലക്ഷദ്വീപിനെ പാകിസ്ഥാന്റെ ഭാഗമാക്കണമെന്ന് തീരുമാനിക്കുന്നു. അതിനുവേണ്ടി ഒരു കപ്പലിൽ പാകിസ്ഥാൻ സേനയുമായി ഇന്ത്യക്ക് മുന്നേ അവിടെ ചെന്ന് പാകിസ്ഥാന്റെ കൊടി നാട്ടാൻ അവർ തീരുമാനിക്കും. ഇന്ത്യയുടെ ഭാഗത്ത് നിന്ന് അന്ന് ഈ പ്രിൻസ്ലി സ്റ്റേറ്റുകളൊക്കെ ഇന്ത്യയിലോട്ട് ചേർക്കാനായിട്ട് മുന്നിട്ട് നിന്നിരുന്നത് അന്നത്തെ നമ്മുടെ ഡെപ്യൂട്ടി പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള സർദാർ വല്ലഭായ് പട്ടേലാണ്. അപ്പോൾ സർദാർ വല്ലഭായ് പട്ടേൽ ആണെങ്കിലും ജിന്നയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ക്ലോസ്ലി മോണിറ്റർ ചെയ്തിരുന്നു. കാരണം രണ്ടുപേരുടെയും ലക്ഷ്യം ഏറ്റവും കൂടുതൽ പ്രിൻസ്ലി സ്റ്റേറ്റ്സിനെ തങ്ങളുടെ രാജ്യത്തോടൊപ്പം ചേർക്കുക എന്നതായിരുന്നു. അപ്പം ഈ വിവരം സർദാർ വല്ലഭായ് പട്ടേൽ അറിഞ്ഞ ഉടനെ തന്നെ തനിക്ക് ഏറ്റവും വിശ്വസ്തരായ മുരളിയ സഹോദരന്മാരോട് പെട്ടെന്നൊരു ബോട്ടിലേക്ക് ലക്ഷദ്വീപിൽ പോയി പാകിസ്ഥാൻ സേന അവിടെ എത്തുന്നതിന് മുമ്പ് അവിടെ ഇന്ത്യൻ പതാക ഉയർത്താനും പരമാവധി ദ്വീപുകളിൽ ചെന്ന് അവിടെയൊക്കെ ഇന്ത്യൻ പതാക ഉയർത്താനുള്ള നിർദ്ദേശം കൊടുക്കുന്നു. അപ്പോൾ പാകിസ്ഥാൻ സേന ഓൾറെഡി അവിടെ നിന്ന് തിരിച്ചു കഴിഞ്ഞു. അപ്പം തങ്ങൾക്ക് കഴിയുന്നതിൽ ഏറ്റവും വേഗത്തിൽ അവിടെ പോയി അവിടെ ഇന്ത്യയുടെ പതാക ഉയർത്താൻ പറയുന്നു. കാരണം എങ്കിൽ മാത്രമേ ലക്ഷദ്വീപ് ഇന്ത്യയുടെ ഭാഗമാവുകയുള്ളൂ. സർദാർ വല്ലഭായ് പട്ടേലിന്റെ നിർദ്ദേശപ്രകാരം മുരളിയാർ ബ്രദേഴ്സ് തങ്ങൾക്കാവുന്നത്ര വേഗത്തിൽ ലക്ഷദ്വീപിൽ പോകുന്നു, അവിടെ ഇന്ത്യൻ പതാക പറത്തുന്നു. അപ്പോൾ ഇങ്ങനെയാണ് ഇന്ത്യയുടെ ഭാഗമായി ലക്ഷദ്വീപ് മാറിയത്. കാരണം ഈ മുരളിയാർ ബ്രദേഴ്സ് അവിടെ ഇന്ത്യൻ പതാക പറത്തി വെറും 30 മിനിറ്റുകൾക്കകം തന്നെ പാകിസ്ഥാൻ സേന അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ തിരിച്ചു മടങ്ങേണ്ടി വരുന്നു. അപ്പോൾ ഈ 30 മിനിറ്റിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഞാനിവിടെ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ ശ്രമിക്കുന്നത്. ഇന്ത്യ അല്ലെങ്കിൽ സർദാർ വല്ലഭായ് പട്ടേൽ ഒരു ഡിസിഷൻ എടുക്കാൻ ഒരു ഇച്ചിരി നേരം വൈകിയിരുന്നെങ്കിൽ നമ്മൾ ഇന്ന് ഇന്ത്യയുടെ ഭാഗമായി കാണുന്ന ഈ ലക്ഷദ്വീപ് പാകിസ്ഥാന്റെ ഭാഗമായിരുന്നേനെ. അങ്ങനെ നമ്മുടെ ലക്ഷദ്വീപ് പാകിസ്ഥാന്റെ ഭാഗമെങ്ങാനും ആയിരുന്നെങ്കിൽ, ഭാവിയിൽ അത് ചൈനയ്ക്കെങ്ങാനും അവർ ലീസിന് കൊടുത്തിരുന്നെങ്കിൽ അത് ഇന്ത്യക്ക് വലിയൊരു തിരിച്ചടി ആയിരുന്നേനെ. കാരണം ഇന്ത്യയെ നേരിടാനുള്ള ഏറ്റവും നല്ല വെപ്പൺ അവർക്ക് ലക്ഷദ്വീപായി മാറുമായിരുന്നു. അപ്പോൾ ഇത് നമ്മുടെ കോക്കോ ഐലൻഡ്സിന് സംഭവിച്ചതുപോലെ തന്നെ ഇവിടെ സംഭവിക്കുമായിരുന്നു. കാരണം അത് ആദ്യം ബ്രിട്ടീഷ് പോയപ്പോൾ അത് മ്യാൻമറിനെ ഏൽപ്പിച്ചിട്ട് പോയി, പിന്നെ മ്യാൻമർ അത് ചൈനയ്ക്ക് ലീസിന് നൽകുന്നതാണ് നമ്മൾ കണ്ടത്. പക്ഷെ അത് ഇന്ത്യൻ ബോർഡറുമായിട്ട് ഒരുപാട് ദൂരം അതിനുള്ളത് കൊണ്ട് അത് വലിയൊരു ഇമ്പാക്ട് ഇന്ത്യയിൽ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷെ ലക്ഷദ്വീപ് എങ്ങാനും ചൈനയുടെ കയ്യിലാവുകയായിരുന്നെങ്കിൽ അത് ഇന്ത്യക്ക് വളരെ വലിയൊരു തിരിച്ചടി ആവുകയാണ്. ഇനി ഈ കഥയിലെ പ്രധാന കഥാപാത്രങ്ങളായ മുതലിയാർ സഹോദരന്മാരെ പറ്റി നിങ്ങൾക്ക് അറിയണ്ടേ? മുതലിയാർ സഹോദരന്മാർ എയർകോട്ട് ട്വിൻസ് എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. തമിഴ്നാട്ടിലെ ഒരു ചെറിയ ടൗൺ ആണ് എയർകോട്ട്. അവരിൽ ഒരാളായ ലക്ഷ്മണസ്വാമി മുതലിയാർ ഇന്ത്യൻ മെഡിക്കൽ ഫീൽഡിന് നിരവധി സംഭാവനകൾ നൽകിയിട്ടുണ്ട്. 1949-51 കാലഘട്ടത്തിൽ ലോകം ഇന്ത്യൻ മെഡിക്കൽ സിസ്റ്റത്തിന് വലിയ പ്രാധാന്യമൊന്നും നൽകിയിരുന്നില്ല. എന്നിട്ട് പോലും പുള്ളി വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ എക്സിക്യൂട്ടീവ് ബോർഡിന്റെ ചെയർമാനായി സേവനമർപ്പിച്ചിട്ടുണ്ട്.
രാമസ്വാമി മുതലിയാർ ആകട്ടെ യുണൈറ്റഡ് നേഷൻസ് എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റായി സേവനം നിർവഹിച്ചിട്ടുണ്ട്. ഇതുപോലത്തെ രസകരമായ ചരിത്രപരമായ വീഡിയോകൾക്കായി നമ്മുടെ ചാനൽ നിങ്ങൾ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ലോകത്തെ ഏറ്റവും ചെറിയ യുദ്ധം, ലോകത്തെ ഏറ്റവും കുറവ് സമയം ഭരിച്ച രാജാവ്, അങ്ങനെ ഒരുപാട് ചരിത്രപരമായ വീഡിയോകൾ നമ്മൾ ഈ ചാനലിൽ ഉണ്ട് ഓൾറെഡി. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അതൊക്കെ ഒന്ന് പോയി കാണുക. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് അതിലും ഇഷ്ടപ്പെട്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ. ഒരു അടുത്തൊരു ഇതിലും നല്ല രസകരമായിട്ടുള്ള വീഡിയോ ആയിട്ട് ഉടനെ കാണാം. ബൈ.